വീണ്ടും പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ് കാത്തു കഴിയുന്ന ഭർത്താക്കന്മാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമ്പത്തിക ശേഷിയുള്ള സ്വയം പര്യാപ്തിയായ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാൻ കഴിയില്ല എന്നാണിപ്പോൾ ഡൽഹി ഹൈക്കോടതി പറയുന്നത്. അതായത് സാമ്പത്തികമായി സ്വതന്ത്രനും കഴിവുള്ളവനുമായ ഇണയ്ക്ക് സ്ഥിരമായ ജീവനാംശത്തിന് അർഹതയില്ലെന്ന് ഡൽഹി ഹൈക്കോടതി അടുത്തിടെ ഒരു സുപ്രധാന വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ജീവനാംശം സാമൂഹിക നീതിയുടെ ഒരു അളവുകോലാണ്. കഴിവുള്ള വ്യക്തികൾക്കിടയിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനോ സാമ്പത്തിക സമത്വത്തിനോ ഉള്ള ഒരു മാർഗമല്ല എന്ന് കോടതി പറയുന്നു. ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസിലെ ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനും ഭാര്യയും തമ്മിലുള്ള വിവാഹമോചന കേസിൽ ജീവനാംശം നൽകണമെന്ന ആവശ്യം തള്ളിക്കൊണ്ട് ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാൽ, ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. നിയമപ്രകാരം ജീവനാംശം നേടുന്ന വ്യക്തി യഥാർത്ഥ സാമ്പത്തിക ആവശ്യം തെളിയിക്കേണ്ടതുണ്ട്. ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 25 പ്രകാരമുള്ള ജുഡീഷ്യൽ വിവേചനാധികാരം അപേക്ഷകൻ സാമ്പത്തികമായി സ്വതന്ത്രനാണെങ്കിൽ ജീവനാംശം നൽകാൻ കഴിയില്ലെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കക്ഷികളുടെ രേഖകൾ, സാമ്പത്തിക ശേഷി, അപേക്ഷകന്റെ സാമ്പത്തിക പരാധീനത എന്നിവ കാണിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ന്യായമായും സന്തുലിതമായും വിവേചനാധികാരം പ്രയോഗിക്കണമെന്നാണ് ഹൈക്കോടതി ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം കണ്ടുവരുന്ന ഒരു പ്രത്യേക ട്രെൻഡാണ്. അതായത് ഭർത്താക്കന്മാരുടെ പകുതി സ്വത്തടക്കം അടിച്ചുകൊണ്ടു പോകാനായി തയ്യാറായി നിൽക്കുന്ന ഭാര്യമാർ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള അമർഷം സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിൻ്റെ പകുതി സ്വത്ത് വേണം, അല്ലെങ്കിൽ ഭർത്താവ് മാസാമാസം ഇത്രയധികം തുക, അതൊരു ഭീമമായിട്ടുള്ള തുകയായിരിക്കും അതെനിക്ക് ചിലവിന് തന്നുകൊള്ളണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നതാണ്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ തുക എന്ന് കൃത്യമായി, അതിപ്പോൾ ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും വെളിപ്പെടുത്തണം. പോരാത്തതിന് ഈ ജീവനാംശം സ്വീകരിക്കുന്ന ആൾക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ജീവിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനാംശം കൊടുക്കാവൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ വിധി പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.